SMHS ജൂലൈ 5 ബഷീർ ജന്മദിനം സമുചിതമായി ആചരിച്ചു. വിദ്യാർത്ഥികൾ ബഷീർ കഥാപാത്രങ്ങളെ വേദിയിൽ അവതരിപ്പിച്ചു. സുഹറയും മജീദും സാറാമ്മയും കേശവൻ നായരും നാരായണിയും ബഷീറും പാത്തുമ്മയും അബിയും പൊൻകുരിശ് തോമയും കുഞ്ഞു പാത്തുമ്മയും വേഷത്തിലെത്തി. ആട് വന്നത് വിദ്യാർത്ഥികളിൽ കൂടുതൽ കൗതുകമുണർത്തി. വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ഹെഡ് മാസ്റ്റർ ശ്രീ ബാബുരാജ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കൾ, നിങ്ങളെല്ലാവരും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏതെങ്കിലും ഒരു കൃതി വായിച്ചിട്ടുണ്ടാവും അല്ലേ? വായിക്കാത്തവരായിട്ട് അല്ലെങ്കിൽ പഠിക്കാത്തവരായിട്ട് മലയാളികൾ തന്നെ അത്യപൂർവമായിരിക്കും. കാരണം മലയാള ഭാഷയിൽ ഇത്രയേറെ സുപരിചിതനായിട്ടുള്ള ഒരു സാഹിത്യകാരൻ മറ്റൊന്നില്ല. നമ്മുടെ എല്ലാം തന്നെ നിത്യജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളാണ് ബഷീറിൻ്റേത്. ഇത്രയും സുപരിചിതനായ അദ്ദേഹത്തിൻ്റെ ദിവസം നമ്മൾ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് നൽകുന്ന അർച്ചനയായി, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായി രംഗത്ത് വന്നുകൊണ്ട് ഡയലോഗുകൾ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രോഗ്രാം. ഈ പ്രോഗ്രാം ഒരുപാട് സംസാരിച്ച് ഞാൻ അതിൻ്റെ രസം കുറയ്ക്കുന്നില്ല. നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം ചെയ്യുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും ഈ പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഒരു അട്ട കടിച്ചു, കൊല്ലണ്ടിട്ടു. അത് പാവല്ലേ? ഞാനാണ് കുഞ്ഞിപ്പാത്തുമ്മ. എന്റെ ഉപ്പുപ്പാക്ക് ഒരു വലിയൊരു ആന ഉണ്ടായിരുന്നു. എന്റെ ഉപ്പുപ്പാക്ക് ഒരു വലിയൊരു കൊമ്പനാന ഉണ്ടായിരുന്നു. നല്ല ഒന്നാന്തര ഭജമാംസരസാരമുണ്ട്. അതെ, ഒരു രാത്രി തരാം, കൊണ്ടുപോയി കഴിക്ക്, നല്ല ഉഷാറ് കിട്ടും. പോക്കറ്റടി അത്ര മോശം കലയല്ല, എന്നാൽ അത് സ്ത്രീകൾ ചെയ്യുന്നത് ശരിയല്ല. സൈന്യബേ, നിന്റെ ബാപ്പയെ ചീട്ടുകളിൽ തോൽപ്പിച്ച് നിന്നെ ഞാൻ കല്യാണി, സുഹറ, മജീദ്. അപ്പൊ നമുക്ക് കുറച്ച് കണക്ക് പഠിക്കാം. 2 ഉം 2 ഉം എത്രയാണ് കുട്ടികളെ? 4 4 3 3. നിൽക്ക്. ഞാൻ ഒരാളോട് ചോദിക്കാം. മജീദ് പറയൂ. ഇമ്മിണി വല്ലേ ഒന്നോ? നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു. 1 1 2 അല്ലേ? നിന്നെ ഞാൻ തന്നെയാണ് പഠിപ്പിച്ചത്. ജീതേ, നീ വിഷമിക്കല്ലേടാ, വിഷമിക്കല്ലേ. എന്നാലും ഇത്രയും ചെറിയ കണക്ക് പോലും എനിക്കറിഞ്ഞൂടല്ലോ സുഹറ. അത് സാരമില്ല. തിരിച്ചിട്ടു വിളമ്പിൽ നന്നായിട്ടുണ്ടല്ലോ. ഇന്ന് ഇത് തന്നെയാക്കാം കൂട്ടാന്. അല്ല, എല്ലാരുണ്ടല്ലോ. ഇന്നേക്ക് കാര്യം താത്താനെ, എന്റെ ആടിന്റെ കഞ്ഞിവെള്ളം കൊടുത്തില്ലേ? ഓൾഡൊരു കഞ്ഞിവെള്ളം അല്ലാതെ ഇവരുടെ പുസ്തകങ്ങളും കടലാസുകളും ഒക്കെ തിന്നു. അല്ല ആടി, ഞാൻ
ആയിക്കോട്ടെ. അപ്പൊ എല്ലാവരും നമ്മുടെ പുറകെ വരും. തരും തരും, നല്ല അടി വെച്ച് തരും. എന്റെ ആടിന് ഇത്രയൊക്കെ പറഞ്ഞിട്ട് അനക്കിനി പാലും കൂടി വേണോ അല്ലേ? എന്റെ ദൈവമേ, ഇന്ന് രാത്രി ഞാൻ കിടന്ന് കരയും. നടന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഈ വീട്ടിൽ സർവ്വ സ്വാതന്ത്ര്യമുള്ള അജസുന്ദരി, നീ ഇവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ? ദാ ഇന്നിപ്പോ ഈ വീട്ടിലെ അടുക്കളയിൽ കയറി ഇവിടത്തെ മനുഷ്യർക്ക് കഴിക്കാനുള്ളതെല്ലാം കഴിച്ചു. എന്റെ പുസ്തക ശേഖരങ്ങളിലെ പല പുസ്തകങ്ങളും ഇവളകത്താക്കി. പുതിയതായി ഇറങ്ങിയ എന്റെ ശബ്ദങ്ങളും ഇവളുടെ ആമാശയത്തിലെത്തി. അതിനാൽ പാത്തുമ്മേ, നിന്റെ ആടിന്റെ സ്വാതന്ത്ര്യത്തിൽ ചില നിയന്ത്രണങ്ങളൊക്കെ വെക്കണം. അതൊക്കെ ശരി തന്നെ. എന്നാൽ എന്റെ ആടൊന്നും പെറട്ടെ. പെണ്ണുങ്ങളുടെ ബുദ്ധി